എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് ആലു മട്ടർ. ആലു മട്ടർ എന്ന് പറഞ്ഞാൽ മേടിക്കാനൊന്നുമില്ല, നമ്മൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടിയിട്ടുള്ള ഒരു സബ്ജി. അതായത് നമ്മുടെ ചപ്പാത്തിയിൽ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സബ്ജിയാണ്. മാത്രമല്ല ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനു മുൻപ് ഞാൻ ആലു ഗോബി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിൽ ഓർമ്മ വന്ന ആലു മട്ടർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. വളരെ എളുപ്പമാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജി തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചില്ലി പൊറോട്ട, ചേനക്കറി, പിന്നെ എന്തായിരുന്നു നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരറ്റ് തോരനൊക്കെ ഒരുപാട് പേര് തയ്യാറാക്കി ഫോട്ടോസ് എല്ലാം അയച്ചു തന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ പഴയ വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ചേച്ചി ആഴ്ചയിൽ 2 വീഡിയോസ് ഇടുന്നുള്ളൂ. അപ്പോൾ എന്നെ മിസ് ചെയ്യുമ്പോൾ ഒക്കെ പഴയ വീഡിയോസ് ഇന്ന് കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ആലു മട്ടർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ആലു മട്ടർ സബ്ജി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. ആ കടായിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. നമ്മുടെ നെയ്യ് മെൽറ്റ് ആയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയും നെയ്യ് പോരാ, നെയ്യിൽ മാത്രം ഉണ്ടാക്കാം കേട്ടോ ഞാൻ. പക്ഷെ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ നൈസായി അരിഞ്ഞ് ചേർത്താലും മതിയാകും. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഒരുപാട് ആദ്യം ഇടരുത്. ഇതിലേക്ക് ഞാൻ അല്പം കസൂരി മേത്തി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കിയതാണ് കേട്ടോ. അതിപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ തണുത്തിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈങ് പാനിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ച് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ചേർക്കണം, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ കറിക്ക് കൈപ്രസം വരും, അത് എപ്പോഴും ശ്രദ്ധിക്കണേ. ഞാൻ ഒരു നുള്ള് കസൂരി മേത്തി പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ചേർക്കുമ്പോഴാണ് പ്രത്യേക ഒരു വാസന വരിക. ഇനി നമുക്ക് ഇത് ബ്രൗൺ കളർ ആവുന്ന വരെ ഇത് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഗോൾഡ് കളർ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ നിങ്ങൾ വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ വെക്കണേ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പൊ തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും, അതെപ്പോഴും സൂക്ഷിക്കണം. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ഞാൻ ഒരു വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. മീഡിയം പൊട്ടറ്റോ ആണെങ്കിൽ 2 വരെ ആവാം കേട്ടോ. അപ്പോൾ ചെറിയ ക്യൂബ്സാക്കി അരിയുക, വെള്ളത്തിലിട്ട് വെക്കുക, അത് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എപ്പോഴാണ് ഇടുന്നത് ആ സമയത്ത് വെള്ളം കളഞ്ഞതിന് ശേഷം പൊട്ടറ്റോവും അതുപോലെ തന്നെ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിതിലേക്ക് ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. തീ നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റാം. ഇതിന്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്രോസൺ പീസാണ്. അതേസമയം ഫ്രഷ് പീസും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പീസ് ഉപയോഗിക്കാം. പക്ഷെ ഡ്രൈ ആയിട്ടുള്ള പീസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് വേവില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസൺ ആയതുകൊണ്ട് ഡയറക്റ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഫ്രോസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ് മാറ്റി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതങ്ങ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 2 നുള്ള് ഗരം മസാല, അതേപോലെ തന്നെ 2 നുള്ള് ജീരകത്തിന്റെ പൊടി, അതായത് ക്യുമിൻ പൗഡർ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പ്യൂരിയാണ് ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളി വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. ഇപ്പൊ എന്തായാലും 5 മിനിറ്റോളം ഇതിൽ കിടന്ന് നന്നായിട്ട് ഇതങ്ങ് ഫ്രൈ ആവട്ടെ. നമ്മൾ ആദ്യം തന്നെ പൊട്ടറ്റോ ഒക്കെ വേവിച്ചത് കുക്ക് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ആ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ കറി ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഇനി 5 മിനിറ്റോളം ഞാനിതങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയിലിട്ടതിന് ശേഷം, ഈ മസാലയിൽ ഇട്ടതിന് ശേഷം ഈ പൊട്ടറ്റോവും അതുപോലെ തന്നെ ഈ പീസും ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ പകുതി മതിയാവും കേട്ടോ. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിക്ക് അധികം പുളിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മുഴുവനും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ആദ്യം ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പിന്നെയാണ് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ ചൂടുവെള്ളം വെള്ളം താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇതങ്ങ് അടച്ചു വയ്ക്കും. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്. ഇപ്പൊ നമ്മുടെ തക്കാളി ചേർത്തതിന് ശേഷം 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഡ്രൈ ആക്കി ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് ഗ്രേവി ആക്കാന്ന് വിചാരിച്ചു, ഒരു ഓവർ ഗ്രേവി അല്ല. അപ്പൊ ഇത് പകുതി വരെ കുക്കായിട്ടുണ്ടല്ലോ. ഇതിലോട്ട് നമുക്ക് ഒരു പകുതി അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം. അതിന് ശേഷം നമുക്കിത് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാകും. അപ്പം ആദ്യം കുറച്ച് നേരം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഈ പൊട്ടറ്റോ കുക്ക് ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഇതിന് ടേസ്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഉപ്പും പുളിയും ഒക്കെ നോക്കുക. ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം കുറച്ച് മിനുക്ക് പണികളുണ്ട് കേട്ടോ, അത് ഞാൻ അപ്പം പറയാം. ഇപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വീണ്ടും ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കാം. അതായത് പൊട്ടറ്റോ നന്നായി കുക്ക് ആവുന്ന വരെ. ഓവറായിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല, പക്ഷെ കുക്ക് ആവുകയും ചെയ്യണം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ പൊട്ടറ്റോ കുക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഇത്രയും ഗ്രേവിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഗ്രേവി അല്ല, ഒരുപാട് ഡ്രൈയും അല്ലാത്ത ഒരു സെമി മീഡിയം ഗ്രേവി. അപ്പം നമുക്ക് എന്നിട്ട് ഈ പൊട്ടറ്റോ കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് മുറിച്ച് നോക്കുക. അപ്പം നന്നായി കുക്കായിട്ടുണ്ട്, അതേസമയം ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവില്ല, ടേസ്റ്റ് നന്നായിട്ടുണ്ടാവില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 10 അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അരച്ചെടുത്തതാണ്. എന്നിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഉള്ള കാരണം ചേർത്തു എന്ന് മാത്രം. അല്ലെങ്കിൽ അവസാനം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല. അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം അണ്ടിപ്പരിപ്പിന്റെ പേസ്റ്റ് കുക്കാവാൻ ഒരു 2-3 മിനിറ്റ് എടുക്കും. മീഡിയം ഫ്ലെയിമിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ എപ്പോഴും ചേർക്കാറുള്ള ടിപ്പ് എന്താണ്, ഒരു നുള്ളു ഷുഗർ, പഞ്ചസാര. പക്ഷേ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. ഇനി ടേസ്റ്റ് നോക്കാൻ മറക്കരുത്, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു ഗരം മസാലയും വീണ്ടും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. ആദ്യം നമ്മൾ 2 നുള്ളു ചേർത്തിട്ടുണ്ടായിരുന്നു, മൊത്തം 3 നുള്ളു വീതം മതി കേട്ടോ. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. കാരണം എനിക്ക് ഇച്ചിരി ഒരു ഗരം മസാലയുടെയും ജീരകത്തിന്റെയും വാസന കുറഞ്ഞ പോലെ തോന്നി. പിന്നെ അതുപോലെ തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം പൊട്ടിക്കാം. നമ്മൾ നെയ്യും ഓയിലും ചൂടാക്കിയതിന് ശേഷം ചെറിയ ജീരകം പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കസൂരി മേത്തി, കുറച്ചും കൂടി ബാക്കിയുള്ളതാണ്. അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയുടെ ഇല. മിക്സ് ചെയ്യുക, ഫൈനൽ ടേസ്റ്റ് ഒന്ന് നോക്കുക. നെയ്യ് വേണമെങ്കിൽ അവസാനം ഒന്ന് നിങ്ങൾക്ക് ഡ്രിസിൽ ചെയ്യാം, നെയ്യ് താല്പര്യമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കട്ടെ. അടിപൊളിയുണ്ട് കേട്ടോ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ ഒരു നുള്ളു പഞ്ചസാര ഇട്ടപ്പോഴാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഓഫ് ചെയ്ത് കിട്ടാം. നമുക്ക് അവസാനം ഞാനൊരു കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് സ്ലാൻഡിങ് ആയിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ടൊമാറ്റോവും അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കട്ട് ചെയ്ത് വിട്ട് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ ഇടുന്നില്ല. ടൊമാറ്റോ അത്യാവശ്യത്തിലുണ്ട്, നല്ല അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആലു മട്ടർ റെഡി ആയിട്ട്. അപ്പോൾ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള ബസ്മതി റൈസ്, തൈര്, ഈ സംഭവം നല്ല ടേസ്റ്റ് കോമ്പിനേഷനാണ്. അതല്ലെങ്കിൽ റൊട്ടി, അതുപോലെ തന്നെ ചപ്പാത്തി, ഇതിൻ്റെ കൂടെയും നാണിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻകാരുടെ ഒരു ബൂണാണ് ഈ റെസിപ്പി, ഈ ഡിഷ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. മനസ്സിലാക്കി ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് പ്ലീസ് ദയവേത് കാണൂ. അതിനുശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവേത് നമ്മളുടെ പ്രഷറിലോട്ട് എത്തിക്കൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്